നമസ്കാരം. നമ്മൾ ഇന്ന് യാത്ര ചെയ്യാൻ പോകുന്നത് തിരുവനന്തപുരത്തുള്ള ഉള്ളൂർ ജംഗ്ഷൻ മുതൽ മണ്ണതല ജംഗ്ഷൻ വരെയുള്ള വഴിയാണ്. അപ്പം അവിടെ നമുക്ക് പല ടൈപ്പ് ഓഫ് ബിൽഡിങ്സ് കാണാം, ലാൻഡ് കാണാൻ പറ്റും, പലത് കാണാൻ പറ്റും, ഇൻസ്റ്റിറ്റ്യൂഷൻസ് കാണാൻ പറ്റും, അങ്ങനെ പലതും കാണാൻ പറ്റും. അപ്പോൾ അത് നിങ്ങളിലേക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. എൻ്റേതായിട്ടുള്ള പരിമിതമായിട്ടുള്ള അറിവ് വെച്ച് എന്തൊക്കെയാണ്, എവിടേക്കാണ് നടക്കുന്നത്, എന്തൊക്കെയാണ് ഇപ്പം ഈ 2025 നടക്കുന്നത് എന്നുള്ളതൊന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ ചെറിയൊരു വീഡിയോ എടുക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങളേതായാലും എൻജോയ് ചെയ്യുക. പല ബിൽഡിങ്സും ഞാൻ പറയുന്നുണ്ട്, പലതും വിട്ടുപോയിട്ടുണ്ടെന്ന് എനിക്കറിയാം. എല്ലാം കൂടെ നമുക്ക് വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റത്തില്ല. ഏതായാലും എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംവിധാനങ്ങളും സ്ഥാപനങ്ങളും ഒക്കെ തന്നെയാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഉള്ളൂർ ജംഗ്ഷനിലാണ് ഉള്ളത്. ഉള്ളൂർ ജംഗ്ഷനിൽ നിന്ന് നമ്മൾ നേരെ കേശവദാസപുരം പോകാനാണ് ആദ്യം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പോകുന്ന വഴിയിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ഹോട്ടലിലേക്ക് പോകുന്ന വഴി കാണാം. പിന്നെ ഇവിടെ ഒരു ഓഫീസ് കാണാം. പല ഓഫീസുകളുണ്ട്. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുമായിട്ട് പ്രൈവറ്റും ഗവൺമെൻറ്റും പല ഓഫീസുകൾ കാണാൻ പറ്റും. ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് ക്രെഡൻസ് എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റൽ കാണാൻ പറ്റും. പിന്നെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് ഒരുപാട് സ്ഥലങ്ങൾ വേക്കൻ്റ് ആയിട്ട് കിടപ്പുണ്ട്. അപ്പം ഈ സ്ഥലങ്ങളൊക്കെ ആരുടെയൊക്കെ ആണെന്നോ എന്തൊക്കെയാണെന്നോ വല്ല ഐഡിയയും നിങ്ങൾക്കോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ താഴെയായിട്ട് നമ്മൾ സെല്ലറിൻ്റെയും അതുപോലെ തന്നെ ബയറിൻ്റെയും ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനായിട്ട് ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കത് എൻ്റർ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ഈ ആ ഒരു ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാൻ പറ്റും. അത് നമ്മളുമായിട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഒരുപാട് ഇങ്ങനെ അലയേണ്ടി വരത്തില്ല. അത് വിൽക്കാനോ അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി, നമുക്ക് പോയി സംസാരിക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് അതിന് വേണ്ടി നിങ്ങളുടെ വിലപ്പെട്ട സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മൾ പാരഗൺ ഹോട്ടലും കാര്യങ്ങളും എല്ലാം വരുന്നത്. ഇവിടെ പെപ്പർ ഫ്രൈയുടെ ഒരു ഷോറൂം കാണാൻ പറ്റും. പിന്നെ ഇഷ്ടംപോലെ ഷോറൂംസ് ഉണ്ട്. പല കാര്യങ്ങൾക്കുമായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന ഷോറൂംസ് ഉണ്ട്, ഓഫീസ് സ്പേസുകളുണ്ട്. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഓഫീസ് ഇവിടെയാണ്. പിന്നെ ഇങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ ദ സ്ലീപ്പ് കമ്പനിയുടെ ഓഫീസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ ഇവിടെ റൈറ്റ് സൈഡിൽ നികുജത്തിൻ്റെ ഒരു അപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ നേരെ കേശവദാസപുരം ജംഗ്ഷൻ എത്തി. വളരെ മിനിമൽ ടൈമിൻ്റെ അകത്ത് നമ്മൾ ഒരു ജംഗ്ഷനിൽ നിന്ന് അടുത്ത ജംഗ്ഷനിലേക്ക് കിടക്കുകയാണ്. ഓരോ ജംഗ്ഷനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് റൈറ്റ് സൈഡിൽ ചൈതന്യ ഹോസ്പിറ്റൽ കാണാം. ഇവിടെയാണ് നമ്മുടെ KRRയുടെ ഓഫീസ്, അതായത് റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയുടെ ഓഫീസ് ഇവിടെയാണ്. അത് കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എന്ന് പറയരുത്. കാരണം റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ട ഒരു ബിസിനസ് സ്ഥാപനമാണത്. അതായത് നമ്മൾ റിയൽ എസ്റ്റേറ്റ് ഏജൻറ് എന്ന് പറയുന്ന ആൾക്കാർ ഇനി രജിസ്റ്റേർഡ് ആയിട്ടുള്ളവർക്ക് മാത്രമേ ഒരു വാല്യൂ ഉള്ളൂ. അപ്പം നമ്മളിപ്പോൾ കേശവദാസപുരം ജംഗ്ഷൻ എത്തി. കേശവദാസപുരം ജംഗ്ഷൻ്റെ ഈ ഒരു ഭാഗം നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഒരു ഏരിയ ആണ്. നമ്മൾ പട്ടം വഴി വന്നപ്പോഴത്തേക്ക് കാണിച്ചൊരു ഏരിയ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഏതായാലും കുറച്ചും കൂടെ മുമ്പോട്ട് പോയിട്ട് നമുക്ക് തിരിച്ചു വരാം. ഇവിടെ റൈറ്റ് സൈഡിലാണ് MG റോഡ്, അല്ല സോറി MG റോഡ് തന്നെ MG കോളേജ് ഉള്ളത്. പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് പോകുമ്പോൾ ഇപ്പം നമ്മൾ ആദ്യം പരുത്തിപ്പാറ ജംഗ്ഷനിലേക്കാണ് ചെന്നെത്തുന്നത്.
ഇപ്പം റൈറ്റ് സൈഡിൽ ഫുള്ള് കോളേജിൻ്റെ കോമ്പൗണ്ടാണ്, അവിടെ നമുക്കൊന്നും ചെയ്യാനില്ല. ലെഫ്റ്റ് സൈഡിൽ ഒരുപാട് കൊമേഴ്ഷ്യൽ സ്ഥാപനങ്ങൾ ഉണ്ട്. അപ്പം അവിടെ പ്രോപ്പർട്ടീസ് വേക്കൻ്റ് ആയിട്ട് കിടപ്പുണ്ട്. അപ്പോൾ അങ്ങനെ പലതും കിടപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെ ആരുടെ ഏതാണെന്നുള്ളത് നോക്കിയെടുക്കുന്നത് എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ ഏതായാലും നിങ്ങൾക്കോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഈ ഒരു ഏരിയാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പറയുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഏരിയാസ് വാങ്ങിച്ചു തരാനും അതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഏരിയാസ് കൊടുക്കാനും നമ്മൾ സഹായിക്കുന്നതായിരിക്കും. ഇവിടെ നമുക്ക് KSEBിയുടെ ഒരു ഓഫീസ് കാണാം. അവിടെ EV ചാർജിങ് സ്റ്റേഷനുണ്ട്. ഇവിടെ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഒരു സ്പേസ് കാണാം. നമ്മൾ നേരെ തന്നെ പോകുന്നു. നേരെയുള്ള വഴി എന്ന് പറയുന്നത് അടൂരൊക്കെ പോകുന്ന വഴിയാണ്, കോട്ടയം പോകുന്ന വഴിയാണ്. ഇവിടെ നമുക്ക് സ്റ്റീൽ സിറ്റി എന്ന് പറഞ്ഞൊരു കട കാണാൻ പറ്റും. നമ്മൾ പിന്നെ മുമ്പോട്ട് പോവുകയാണ്. ഓക്കെ, അപ്പം നമ്മൾ ഇപ്പോൾ പരുത്തിപ്പാറ ജംഗ്ഷനിൽ നിന്നും നാലാഞ്ചിറയിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പം ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് KJK ഹോസ്പിറ്റലൊക്കെ വരുന്നത്. നമ്മൾ നേരെ കാണുന്നത് മാർ ഇവാനിയോസ് നഗർ ആണ്. അവിടെ ബെസിലിയസ് കോളേജും ഇവാനിയോസ് കോളേജും അങ്ങനെ പലതും ഉണ്ട്, സ്കൂൾസ് ഉണ്ട്. ഞാൻ ഈ ലാൻഡ് മാർക്കുകൾ പറയുന്നത് ഒരു സിറ്റിയിലെ പ്രൊമനൻ്റ് ആയിട്ടുള്ള ലാൻഡ് മാർക്കുകളാണ്, മാറാൻ സാധ്യതയില്ലാത്ത ലാൻഡ് മാർക്കുകളാണ്. അതുകൊണ്ടാണ് അത് പറയുന്നത്. മാറാൻ സാധ്യതയുള്ള പല കടകളും ഉണ്ട്. പിന്നെ നമുക്കറിയത്തില്ല ഇതെങ്ങനെയാണ് അടുത്ത ഫ്യൂച്ചർ എന്നുള്ളത്. അപ്പം അത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു പോയിന്റിൻ്റെ ചുറ്റുവട്ടം നമുക്ക് പിന്നെ റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം മാർ ഇവാനിയോസ് കോളേജിൻ്റെ തൊട്ടടുത്ത് ഓപ്പോസിറ്റ് സൈഡിൽ ഒരു പ്രോപ്പർട്ടി കിടപ്പുണ്ട്. ആ പ്രോപ്പർട്ടി റോഡ് സൈഡിലാണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ വളരെയധികം എളുപ്പമായിരിക്കും. അതിനാണ് അങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നത്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു സ്കൂള് കാണാം. റോഡിൽ കുണ്ടും കുഴിയൊക്കെ ഉണ്ട്, അത് കാരണം ഷേക്കിങ് വരുന്നുണ്ട്, ക്ഷമിക്കുക. ഇവിടെ കോട്ടക്കാട്ട് കൺവെൻഷൻ സെൻ്റർ ഉണ്ട്. നമ്മളൊരു കയറ്റം കയറുകയാണ്. ഇതൊക്കെ ചെറുത്. നവജീവൻ സ്കൂളിലേക്കൊക്കെ പോകുന്ന വഴിയാണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. ഇതിപ്പോൾ നമ്മൾ നാലാഞ്ചിറ ജംഗ്ഷൻ എത്തി. നാലാഞ്ചിറയിൽ നിന്ന് നമ്മൾ മണ്ണന്തരയിലോട്ട് പോകുന്ന വഴിയാണ്. നമ്മൾ എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസിയുടെ ഭാഗമായിട്ട് ഇവിടെ പല ടൈപ്പ് ഓഫ് ബിൽഡിങ്സും ഈ ഏരിയയിലൊക്കെ ചെയ്യുന്നുണ്ട്. സ്റ്റീൽ സ്ട്രക്ചർ വെച്ചുള്ളതും അല്ലാത്തതും എല്ലാ ടൈപ്പ് ബിൽഡിങ്സും ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ഒരു പ്രൊജക്റ്റ് ഇവിടെ റൈറ്റ് സൈഡിലുണ്ടായിരുന്നു. ഇവിടെ ഒരു ഫ്യൂവൽ സ്റ്റേഷൻ ഉണ്ട്. ഹെദർ കൺസ്ട്രക്ഷൻ്റെ ഒരു ബിൽഡിങ് ഇവിടെ വരുന്നുണ്ട്. ഒരു KSRTC ബസ് വരുന്നുണ്ട്, അവർക്കുള്ള വഴി അങ്ങ് കൊടുത്തേക്കാം. ഫ്രണ്ടിൽ എന്തോ ഒരു തടസ്സം അവിടെ ഇരിപ്പുണ്ട്. അപ്പം നമ്മൾ ഇച്ചിരി ലെഫ്റ്റ് എടുത്തിട്ട് പോകാൻ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ കുഴി വീഴും, അല്ലെങ്കിൽ ആ ഒരു ഒബ്സ്ട്രക്ഷനിൽ തട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ലെയിൻ ട്രാഫിക്കൊക്കെ കീപ്പ് ചെയ്യണം എന്ന് പറയുന്നത് പരമാവധി ശ്രമിക്കാറുണ്ടെങ്കിലും ചില ബുദ്ധിമുട്ടുകൾ ഇടയ്ക്ക് വരാറുണ്ട്.
നമുക്കിപ്പോൾ ഫ്രണ്ടിൽ ഒരു സ്കൂൾ ബസ്സാണ് കാണാൻ പറ്റുന്നത്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു ഫ്യൂൽ സ്റ്റേഷൻ ഉണ്ട്. അപ്പം ആ ഫ്യൂൽ സ്റ്റേഷനിൽ കയറിയിട്ട് നമുക്ക് ഫ്യൂലും അടിച്ചു. അത് കൂടാതെ നമുക്ക് IOCയിൽ ഒരു റിവാർഡ് പോയിന്റ്സ് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ റിവാർഡ് പോയിന്റ്സ് എല്ലാം കൂടെ കൂട്ടി 112 രൂപ കിട്ടിയായിരുന്നു കുറേ കാലത്തെ റിവാർഡ് പോയിന്റ് എല്ലാം കൂടെ കൂട്ടി. അപ്പം അത് വെച്ച് നമ്മൾ ഒരു 100 രൂപയ്ക്കും കൂടെ ഫ്യൂൽ അടിച്ചു, പെട്രോൾ അടിച്ചു. അപ്പോഴത്തേക്ക് നമ്മളൊന്നും കൊടുക്കേണ്ടി വന്നില്ല, കാരണം നമ്മുടെ റിവാർഡ് പോയിന്റ്സിൽ നിന്ന് തന്നെ അത് റെഡീം ചെയ്തെടുത്തു. അത് സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. ഇപ്പോൾ ഇവിടെ ടൊയോട്ടയുടെ ഒരു ഷോറൂം കാണാം. അപ്പോൾ അത് ഒരു സ്റ്റീൽ സ്ട്രക്ചറിൽ ചെയ്തിരിക്കുന്ന ഒരു ബിൽഡിംഗ് ആണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇതിനു മുമ്പത്തെ വീഡിയോസിനൊക്കെ നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ ആവശ്യങ്ങളും എല്ലാം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു സൂൺ. ടേക്ക് കെയർ. ബൈ ബൈ.